മോൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ എനിക്ക് അനുകൂലമായി തെളിവായിട്ട് വരാൻ പോകുന്ന? അമ്മയ്ക്കെതിരെ അംബിക അപവാദ കഥകൾ പ്രചരിപ്പിച്ചപ്പോ ജീവിതം തകർന്നു പോയ മറ്റൊരു മനുഷ്യനുണ്ട്. ജഗന്നാഥ് ഏട്ടനോ? അതെ. അവളുണ്ടല്ലോ ആ ഋതിക, അവളെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. അവളും മനസ്സിലാക്കണം അവളുടെ അമ്മയുടെ തനി നിറം. പത്മ നിൽക്കുന്ന വീട്ടിൽ ഞാൻ നിൽക്കില്ല ചേച്ചി. അതെനിക്ക് അപമാനമല്ലേ? ഒരു അപമാനവും ഇല്ല. അതെ, ഈ വീടും സ്വത്തുക്കളും നിന്റെ അധ്വാനവും കഷ്ടപ്പാടും കൂടിയാ. നീ ഞാനും ഒന്നും അങ്ങനെ ഇറങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ നാണക്കേട് സഹിച്ച് ഇവിടെ ജീവിക്കണോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതാപ, കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകുമ്പോ അവളുണ്ടല്ലോ ആ ഋതിക, അവള് തന്നെ പത്മയെ ഇറക്കി വിട്ടോളും. വളർത്തിയവരുടെ വില എന്താണെന്നേ ആ നശിച്ചവള് മനസ്സിലാക്കാൻ പോവാ. വഞ്ചകിയായ അവളുടെ അമ്മയെ അവള് ശരിക്കും തിരിച്ചറിയണം. അതിന് ഇപ്പൊ നമുക്ക് വേണ്ടത് ക്ഷമയാ. അല്ല, ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. മോനെ, പത്മയെ നീ ലീഗലായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? ആ, അതുകൊണ്ടാ കുഴപ്പം. എടാ, ഇതൊക്കെ ചെകഞ്ഞു പിടിച്ച് മീഡിയക്കാര് വാർത്തയാക്കും. ദേ, ഇപ്പൊ ഇത് വാർത്തയായ നീ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, മുൻ മന്ത്രിയല്ലേ? നിന്റെ സൽപ്പേരിന് തന്നെ അത് കളങ്കമാവും. ആ ചീത്തപ്പേര് കൂടി നിനക്കിപ്പോ താങ്ങാൻ പറ്റില്ല. ദേ, തൽക്കാലം നമുക്ക് ക്ഷമിച്ച് കാത്തിരിക്കാം. അതാ മാന്യമായിട്ടുള്ള മാർഗം. ഇപ്പൊ ഇവൻ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച പണി കിട്ടുന്നത് എനിക്കായിരിക്കും. എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിർത്തിയേ പറ്റൂ. ഋതികയുടെ ഈ വാശിയും വൈരാഗ്യം ഉണ്ടല്ലോ, അത് അവൾക്ക് തന്നെയാ വിനയാകാൻ പോകുന്നേ. അവള് ചെയ്ത തെറ്റ് അവള് തന്നെ മനസ്സിലാക്കി അവള് തന്നെ പത്മയെ പുറത്താക്കും. അതിന് അല്പം കാലതാമസം വേണം. അതുവരെ ഈ വീട്ടിൽ സഹിച്ചും ക്ഷമിച്ചും എങ്ങനെ കഴിഞ്ഞുകൂടി ചേച്ചി? എടാ, കഴിഞ്ഞേ പറ്റൂ. സ്വത്തുക്കൾ പോകുന്നുണ്ടൊന്നുമല്ല ചേച്ചി ഇത് പറയുന്നേ. മനുഷ്യന് അഭിമാനമല്ലേ ഏറ്റവും വലുത്. ഇവിടുന്ന് ഇറങ്ങിപ്പോയാ നമുക്കതില്ലാതെയാവും. നീയേ മനസ്സ് ശാന്തമാക്കി സ്വസ്ഥമായിട്ട് നിന്റെ മുറി തന്നെ ഇരിക്കെ. സ്വന്തം മകളല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് വളർത്തിയ നിന്റെ മഹത്വം അവള് മനസ്സിലാക്കാൻ പോവാ. അവളത് മനസ്സിലാക്കും. മുറ്റത്ത് നിന്ന് മഴ മുഴുവൻ നനഞ്ഞു. ഇനി പനി വരുവാവോ? ഛേ, തലമുടി മുഴുവൻ ജടയും പിടിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ മഴയും വെയിലും മഞ്ഞും ഒക്കെ ഒരു ഹരാ. അവർക്ക് പനിയൊന്നും വരില്ല. അതെ രാജു, ഇപ്പോഴത്തെ ചില പിള്ളേരൊക്കെ അവസരവാദികളാ. അവർക്ക് അമ്മയെ കിട്ടിക്കഴിഞ്ഞപ്പോ മറ്റാരും വേണ്ട. ഭർത്താവിനെ വേണ്ട, ചെറിയമ്മയെ വേണ്ട. ആ, അത് എന്നെക്കുറിച്ച് തന്നെയാ പറയുന്നത്. അന്തരീക്ഷം ശാന്തമായ സ്ഥിതിക്ക് എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്തരീക്ഷം ശാന്തായിന്ന് വെച്ചാ മഴയെ മാറിയിട്ടല്ലോ, ഇടിയും മിന്നലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ അന്തരീക്ഷത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. അമ്മ പറയാൻ പോകുന്നതേ ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ കാര്യ. അതങ്ങനെ അങ്ങ് തെളിഞ്ഞിട്ടില്ല. അംബികയുടെ റൂമില് അമ്മയും മകനും തമ്മില് പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ എന്നെ ഒന്ന് പോകാൻ അനുവദിക്ക് പ്ലീസ്. അത് മാത്രം നടക്കില്ല. ഇങ്ങനൊരു സിറ്റുവേഷനില് അമ്മ പോവാണെന്ന് മാത്രം പറയരുത്. ഇതൊരു നല്ല അവസരമാ. ഞങ്ങൾക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറാൻ ഈ അവസരം കൊണ്ട് സാധിക്കും. എന്ത് ലക്ഷ്യം?
അംബികയുടെ പിടിയിൽ നിന്ന് ഞങ്ങൾ വർമ്മ സാറിനെ മോചിപ്പിക്കും. അമ്മ നിരപരാധിയാണെന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ ഉണ്ടാക്കിയതാണെന്നും ഞങ്ങൾ വർമ്മ സാറിനെ ബോധ്യപ്പെടുത്തും. അതൊന്നും അദ്ദേഹം വിശ്വസിക്കില്ല. അദ്ദേഹം എന്നെ അവിശ്വസിക്കും. ആ അംബിക പറയുന്നത് മാത്രം വിശ്വസിക്കും. വർമ്മ സാർ വിശ്വസിക്കുന്ന ഒന്നാന്തര ഒരു തെളിവ് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനും ഋതുവും. ആ തെളിവും കൊണ്ട് ഞങ്ങൾ വർമ്മ സാറിന്റെ മുമ്പിലേക്ക് വരും. അയാൾ പറയുന്ന തെളിവുകൾക്ക് മുമ്പിൽ സാറ് വിറയ്ക്കും. അംബികയുടെയും മകന്റെയും എല്ലാ തരികിടകളും അയാളുടെ വരവോടെ സാറിന് ബോധ്യമാവും. സാറ് തന്നെ ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ച് പുറത്താക്കും. മോൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ എനിക്ക് അനുകൂലമായ തെളിവായിട്ട് വരാൻ പോകുന്ന? അമ്മയ്ക്കെതിരെ അംബിക അപവാദ കഥകൾ പ്രചരിപ്പിച്ചപ്പോ ജീവിതം തകർന്നു പോയ മറ്റൊരു മനുഷ്യനുണ്ട്. ജഗന്നാഥ് ഏട്ടനോ? അതെ. അങ്കിള് മരണത്തെ അതിജീവിച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. സംസാരിക്കാനും ഉടനെ തുടങ്ങുമെന്നാ ഡോക്ടർ പറയുന്ന. എല്ലാം കലങ്ങി തെളിയാൻ സമയമായമ്മേ. എന്നെങ്കിലും അമ്മയുടെ ഒരു ദിവസം വരുമല്ലോ. അത് വരുക. അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകരുത്. അമ്മ പോകൂ. ഏട്ടത്തിയുടെ മുഖം കണ്ടാൽ അറിയാം ഇനി ഇവിടുന്ന് പോവില്ലെന്ന്. അതുപോരെ? ഇങ്ങനെ അമ്മയുടെ മടി കിടക്കാൻ എന്ത് സുഖാണെന്നറിയോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പ്രതാപേട്ടൻ? പ്രാണന തുല്യം സ്നേഹിച്ചത് ഞാൻ അവളെ.